പ്രതിയാണ് അടച്ചിട്ട റൂമിൽ വാദം വേണമെന്ന് പറഞ്ഞു. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അല്ല, ചീഞ്ഞ് നാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചെയ്യാനും നാറാനും ബാക്കിയൊന്നുമില്ല. ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടുന്ന ഒരു സുവർണ നാമധേയമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് മാറുകയാണ്. അവനിപ്പോഴും തിരശ്ശേരിക്ക് വലിയ സുരക്ഷിതരാണെന്ന് കണ്ടിരിക്കുക. അത് നമ്മൾ കർട്ടൻ്റെ ചാലറ്റ് നമ്മുടെ കയ്യിലാണ്. നമ്മൾ ആ കർട്ടൻ വലിച്ചു മാറ്റും. അപ്പോൾ അവൻ്റെ യഥാർത്ഥ മുഖം കേരളത്തിന് മുമ്പിൽ തെളിയും. പണ്ട് ഏതെങ്കിലും കാലത്തുണ്ടായിരുന്ന വംശനാശം സംഭവിച്ച ഏതെങ്കിലും ജീവിയുടെ പുതിയ ഒരു പരിണത രൂപമാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ രണ്ടെണ്ണം അത് തന്നെയാണ് സാധനം. രാജഭായ് നമസ്കാരം. നമസ്കാരം. രാജഭായ്, സാധാരണ ഇരകളാണ് അടച്ചിട്ട റൂമിൽ വാദം കേൾക്കണം എന്നൊക്കെയുള്ള ഒരു ഹർജിയുമായിട്ട് കോടതികളെ സമീപിക്കാറ്. പക്ഷേ ഇവിടെ പ്രതിയാണ് അടച്ചിട്ട റൂമിൽ വാദം വേണമെന്ന് പറഞ്ഞു, ജാമ്യ ഹർജിയിൽ വാദം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നേക്കുന്നത്. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അല്ല, ചീഞ്ഞ് നാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചെയ്യാനും നാറാനും ബാക്കിയൊന്നുമില്ല. ഇത് മലയാളിയാണെന്ന് പറയാൻ മലയാളികൾക്ക് നാണക്കേടാവുന്ന അവസ്ഥയിലേക്ക് നാഷണൽ മീഡിയ ന്യൂസ് കവർ ചെയ്ത് കഴിഞ്ഞപ്പം നിങ്ങളൊരാളെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. അയാൾ പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആവുന്നു. അയാളുടെ അടുത്തേക്ക് ഈ തീയിലോട്ട് ഈയാമ്പാറ്റകൾ പോകുന്ന പോലെ വലിയ വലിയ സെലിബ്രിറ്റികൾ പിന്നെ തറക്കല്ലിടാൻ പോകുന്നത്. അവിടെ മെട്രോയുടെ ഉദ്ഘാടനമല്ലേ തറക്കല്ലിടാൻ പോകുക, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ വല്ലാത്ത കൺഫ്യൂസ്ഡാണ്. ഇവൻ്റെ വക്കീലായിട്ട് ഇയാളെല്ലാവരും നിർത്തേണ്ടിയിരുന്നത്. LLB ഇല്ലെങ്കിലും ഒരാൾക്ക് കേസ് വാദിക്കാനൊക്കെ ഉള്ള ഇതുണ്ട്, പറ്റും. ഇവൻ അസോസിയേറ്റ് ചെയ്തിട്ട്, ഇവനും രാഹുൽ ഈശ്വറും കൂടി ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ രണ്ടുപേരുടെയും കൂടി കേസ് ഒരുമിച്ച് ഭരിക്കണമെന്നും പറഞ്ഞുകൊണ്ട്, കാരണം രണ്ടും പരസ്പരം ബന്ധിതമാണ്. രാഹുൽ ഈശ്വർ വക്കീൽ പിന്നെ ആ കേസ് സ്വയം വാദിക്കാൻ തീരുമാനിക്കണമായിരുന്നു. അങ്ങനെ സ്വയം വാദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വർ പക്ഷേ അടച്ചിട്ട മുറിയിൽ വാദിക്കാം. ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ അതിജീവിതയായ ഈ പെൺകുട്ടി ഇവനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നങ്ങനെ ഇവർ വാദിച്ചു കളയുമെന്ന് എൻ്റെ ആവശ്യം. എന്നിട്ട് അവനെ ഭ്രൂണഹത്യ നടത്തിയെന്ന് പറയുമെന്നുള്ളത്. കാരണം അതിന് പോലും മടിക്കത്തില്ലെന്നേ. സാധാരണഗതിയിൽ നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും എല്ലാ കേസുകളിലും ഈ പിന്നെ ഇരകളാണ് ആവശ്യപ്പെടുന്നത് അടച്ചിട്ട പിന്നെ മുറിയിൽ വാദം കേൾക്കണം എന്നുള്ളത്. കാരണം ഇത്തരം വാദങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞരമ്പ് രോഗികളായിട്ടുള്ള ആൾക്കാർ മുഴുവൻ വരും. അക്കാദമിക് ഇൻട്രസ്റ്റോട് കൂടിയിട്ടുള്ള ബാക്കിയുള്ള ജൂനിയർ അഭിഭാഷകർ വരും. അത് പിന്നെ ആ വാദത്തിൻ്റെ രീതികൾ അവർ പിന്നെ പ്രമാദമായ കേസുകളിൽ എപ്പോഴും ഹാള് ഫുള്ളായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് സ്റ്റഡിയുടെ ഭാഗമായിട്ടും വാദിക്കുന്ന രീതികൾ പഠിക്കാനും അവർക്ക് പ്രാക്ടീസിങ് ആണത്. അതിൻ്റെ ഭാഗമായിട്ട് അതൊരു പിന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിൻ്റെ രീതി തന്നെയാണത്. ജൂനിയർ അഭിഭാഷകർ അങ്ങനെ സീനിയർ അഭിഭാഷകർ നേരിട്ട് ഹാജരാകുന്ന പിന്നെ കോടതിയുടെ പിന്നെ ഹാളിനകത്ത് അത്രയും നിറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. പിന്നെ അല്ലാതെ കഥ കേൾക്കാൻ താല്പര്യമുള്ളവരുമുണ്ട്. അപ്പം ഇത്തരം കേസുകൾക്കകത്ത് പലപ്പോഴും അവരുടെ സ്വകാര്യതയും അവരുടെ പിന്നെ വ്യക്തിത്വവും ഒക്കെ അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ചില വക്കീലന്മാർ ചോദിക്കാറുണ്ട്, വളരെ മോശമായ രീതിയിൽ. ഇതിപ്പോൾ ട്രയലിലോട്ടൊന്നും എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇരയ്ക്ക് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇവിടെ വേട്ടക്കാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി പറയുകയാണ് അടച്ചിട്ട മുറിയിൽ അവൻ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവൻ ഇനി ഇങ്ങനെ വാദിക്കാനും മടിക്കില്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം എന്നെ ആ പെൺകുട്ടി പിന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു, എന്നിട്ട് എന്നെ ഗർഭണനാക്കി, എന്നിട്ട് എനിക്ക് ഗുളിക തന്ന് എന്നെ ഭ്രൂണഹത്യ നടത്തി, അതിൻ്റെ മനോവേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാലും വാദിച്ചു പോകുന്നുള്ള സംശയം എനിക്കുള്ളത്. മറ്റവൻ്റെ സ്ഥിതിയോ തലയിൽ ജട്ടിയുടെ എലാസ്റ്റിക് കെട്ടി നടക്കുന്നവൻ്റെ അവസ്ഥയോ അവൻ്റെ വംശവെറിയാണ് പുറത്തു വരുന്നത്. അവൻ ജയിലിൽ ഭക്ഷണം കഴിക്കത്തില്ല, നിരാഹാരം ഇരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ജയിലിൽ ജാതി മത ഭേദമന്യേ ഒരുമിച്ചാണ് തടവുകാർ കഴിയുന്നത്. അവൻ്റെ വരേണ്യ വർഗ ബോധത്തിന് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവൻ സവർണ ചിന്താഗതിക്കാരനാണ്. ഇവിടുത്തെ നാട്ടിലെ സാധാരണ നായന്മാരും നമ്പൂതിരികളൊക്കെ വെക്കുന്നു അങ്ങനത്തെ ചിന്താഗതികളില്ല. നമുക്കറിയാം അവരൊക്കെ ഓരോരുത്തരുമായിട്ട് ഇന്നത്തെ കാലത്ത് കേരളത്തിൽ അങ്ങനത്തെ ഒരു പിന്നെ വംശീയമായ അധിക്ഷേപമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. പൊതുവെ ഒറ്റപ്പെട്ട ചില സത്യഭാമമാർക്ക് അത്തരം ചിന്തകളുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഒറ്റപ്പെട്ട ചില ആളുകൾക്ക്, അല്ലാത്തവർക്ക് അങ്ങനത്തെ ജാതി പിന്നെ മതചിന്തകളൊന്നുമില്ല. ചില വർഗീയവാദികൾക്കും ഇങ്ങനെയുള്ളവർക്കും ഉണ്ട്. പക്ഷേ ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ വരേണ്യ ബോധമാണ്. കാരണം അവിടെ ചിലപ്പോൾ ഭക്ഷണം വെക്കുന്ന ആൾ അവൻ നോക്കുമ്പോൾ കീഴ്ജാതിക്കാരനുണ്ടാക്കുന്ന ഭക്ഷണം അതിവന് കഴിക്കാൻ പറ്റത്തില്ല. ഈ അത്തരം ചിന്തകൾ ഉള്ളിൽ വെച്ചിട്ടാണ് ഇവൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവന് ഭക്ഷണം കഴിച്ചാൽ അത് അശുദ്ധിയായിത്തീരും എന്നൊക്കെ ഉള്ള തോന്നലാണ് നിൽക്കുന്നത്. അത്തരം വികലമായ ചിന്താഗതി വെച്ച് പുലർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പട്ടിണി കിടക്കുന്നു പറഞ്ഞത്. അവിടെ അവൻ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണല്ലോ, നിരാഹാരം കിടക്കുകയാണെന്ന് പറഞ്ഞു. നിരാഹാരം അവൻ്റെ യഥാർത്ഥ പ്രശ്നം അവിടെയുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളോട് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. മുഖ്യധാര യൂട്യൂബ് ചാനലുകളുടെയും അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോഴേ നമ്മൾ തുടക്കത്തിൽ നിന്നിടത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല. അതിൽ നിന്ന് മുന്നോട്ട് മാത്രമേ പോയിട്ടുള്ളൂ. എന്തൊക്കെ ആകാശം ഇടിഞ്ഞു വീണാലും ആ ഇടിഞ്ഞു വീട്ട് അതിൻ്റെ മുമ്പിലൂടെ അതിൻ്റെ മേളിൽ കൂടെ നടന്നു പോകാമെന്ന് തീരുമാനിച്ചു തന്നത്. തുടക്കം തൊട്ട് ഫ്രം ദ ബിഗിനിങ്, ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ് നമ്മൾ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു തന്നു. അതിൽ നിന്ന് മാത്രമല്ല അതിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോകാനും ചെയ്തു. ഭീഷണി, സ്വാധീനം,
എന്തെല്ലാം പിന്നെ വാഗ്ദാനങ്ങൾ തകർത്തുകളെയും പൂട്ടിച്ചുകളെയും അവർ കരുതിയല്ല, പലരും വിലക്കെടുത്തതുപോലെ, പലരുടെയും നാവ് വിലക്കെടുത്തതുപോലെ, പല പ്ലാറ്റ്ഫോമുകളും വിലക്കെടുത്തതുപോലെ ഇവർ അവിടെ നിന്ന് പിന്നെ കട്ടും മുടിച്ചും ഹവാലയായിട്ടും ഒക്കെ കടത്തിയ പൈസയും മുണ്ടക്കയിലും ചൂരൽമലയിലും കട്ട പൈസയും കൊടുത്തിട്ട് ഈ മുണ്ടക്കൈ ചൂരൽമലയിൽ നിന്ന് കട്ടെടുത്ത പൈസയാണെന്നേ. അതെടുത്തിട്ട് യൂട്യൂബ് ചാനലുകളെ പലരും വിലക്കെടുത്തതുപോലെ നമ്മളെ വിലക്കെടുക്കാം എന്നുള്ള ധാരണയിലേക്ക് നിന്നുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തോ ആവട്ടെ, ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റാൻഡ് ചില ഘട്ടത്തിലൊക്കെ തിരുത്താൻ ഒരവസരം എന്ന രീതിയിൽ കുറച്ച് ഒരു മയപ്പെടുത്തിയ സമീപനമൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അവനുമായിട്ടുള്ള ബന്ധമുള്ള ചില ആളുകളോട്, കാരണം ഒറ്റയ്ക്ക് റൂമിലിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞപ്പം ഓക്കെ പിന്നെ നമുക്കൊരു ദിവസം കാണാം. പിന്നെ അവന് പക്ഷെ കുറ്റബോധം ഉണ്ടാവണം, ഗിൽട്ട് ഉണ്ടാവണം, തെറ്റ് തിരുത്തണം, ചെയ്ത തെറ്റുകൾ അവരോട് പിന്നെ ആ ആളുകളോടെങ്കിലും, പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് പറയണമെന്ന് ഞാൻ പറയുന്നില്ല, അവരോടെങ്കിലും വിളിച്ച് മാപ്പ് പറയാനുള്ള ഒരു ആർജവം കാണിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചിരുന്നത്. മാപ്പല്ലല്ലോ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു, അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തല്ലേ ഇത്? ഒരു നിമിഷം മതി കൊല്ലാണെന്നൊക്കെ ഉള്ളതല്ലേ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അഭ്യാസം കാണിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സാധാരണഗതിയിൽ നമ്മൾ വളരെ വിചിത്രമായിട്ടുള്ളൊരു കേസാണ് കേൾക്കുന്നത്. ഇവനെന്താണ് ഈ പരസ്യ വിചാരണ നടന്നാലുണ്ടായിരുന്ന കുഴപ്പം? എന്താണ് ഇവന് പുറത്തറിയാൻ പാടില്ലാത്ത രീതിയിൽ അവിടെ ഇവൻ്റെ വക്കീലിന് ഇവന് വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പറയാൻ കൊള്ളാത്ത സാധനം ഉള്ളതുകൊണ്ടാണല്ലോ പിന്നെ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് പറയുന്നത്. അതായത് അവിടെ ചില കാര്യങ്ങൾ ഇവൻ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റി ഒന്നുകൂടി കൂടും. അത് പുറത്തേക്ക് വരുമ്പോൾ മാധ്യമങ്ങൾ അത് അതേപടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി കൂടും. അടുത്ത പരാതികൾ അങ്ങ് ഒഴുകി വരും. ഇപ്പം ഈ പിന്നെ ഫെനി നൈലാൻ എന്നൊക്കെ പറഞ്ഞവരുടെ ചരിത്രം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടുത്തെ ഒരു മുതലാളിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള ഒരുപാട് ഭൂലോക ഫ്രോഡുകളെ മുഴുവൻ കൊണ്ടുവരുന്ന, ഞാൻ അടൂർ പോയിട്ട് വന്നതാണല്ലോ. അവിടുത്തെ കളികൾ ഇവൻ സ്വന്തം വാർഡിൽ നിന്നാൽ ജയിക്കത്തില്ലെന്നേ. അതാ രസം. സ്വന്തം വാർഡിൽ നിന്നാൽ ജയിക്കില്ല. ജില്ലയിൽ നിന്നാൽ ജയിക്കുമോ? ജില്ലയിലെ കാര്യം പോട്ടെ, സ്വന്തം വാർഡിൽ നിന്നാൽ ജയിക്കില്ല. സ്വന്തം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നാൽ ജയിക്കില്ല. സ്വന്തം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നാൽ ജയിക്കില്ല. ഷാഫി സ്വന്തം വാർഡിൽ നിന്നാൽ, പഞ്ചായത്തിലെ സ്വന്തം വാർഡിൽ നിന്നാൽ ജയിക്കില്ല. സ്വന്തം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നാൽ ജയിക്കില്ല. സ്വന്തം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നാൽ ജയിക്കില്ല. സ്വന്തം നിയമസഭാ മണ്ഡലമായിട്ടുള്ള പട്ടാമ്പി മണ്ഡലത്തിൽ നിന്നാൽ ജയിക്കില്ല. അതാണ് രസം. അവനിപ്പോഴും തിരശ്ശേരിക്ക് വലിയ സുരക്ഷിതരാണെന്ന് കണ്ടിരിക്കുക. അത് നമ്മൾ കർട്ടൻ്റെ ചാലറ്റ് നമ്മുടെ കയ്യിലാണ്. നമ്മളെ കർട്ടൻ വലിച്ചു മാറ്റും. അപ്പോൾ അവൻ്റെ യഥാർത്ഥ മുഖം കേരളത്തിന് മുമ്പിൽ തെളിയും. ഇതൊക്കെ അങ്ങനെ തന്നെ പോകാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വിചിത്രമായൊരു വാദത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ആ പെൺകുട്ടിയുടെ അഭിഭാഷകരല്ല ആവശ്യപ്പെട്ടത്. ആ പെൺകുട്ടിക്ക് ഒന്നും ഇനി മറച്ചു വെക്കാനൊന്നുമില്ല. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയെ ഇവർ തെരുവിലിട്ട് പിന്നെ വലിച്ചു കീറി. അവൻ ആ കുട്ടിയെ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമാണ് ബലാത്സംഗം ചെയ്തതെന്നുണ്ടെങ്കിൽ, ആദ്യം ബലാത്സംഗം ചെയ്യുന്നു, പിന്നീട് ചിത്രങ്ങൾ എടുക്കുന്നു, അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് വീണ്ടും ബലാത്സംഗം ചെയ്യുന്നു, പിന്നെ അതിൽ കുഞ്ഞ് വേണം, ഇനി തന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെയ്യുന്നു, പിന്നെ ഭ്രൂണഹത്യയ്ക്ക് വിധേയമാക്കുന്നു. അത്തരം ഘട്ടങ്ങളിലൂടെ കടന്നുപോയ പെൺകുട്ടിയെ ഇവരുടെ ഫാൻസ് അസോസിയേഷൻകാർ, അതേപോലെ തന്നെ ഇവർ വിലക്കെടുത്തിട്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ വീണ്ടും 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 ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലിട്ട്. അത് ശരിക്കും വെർബൽ റേപ്പിംഗ് ആണെന്നുകൊണ്ടിരുന്നത്. ആ കുട്ടിയെ ആലോചിച്ച് നോക്കുക. ആത്മഹത്യയായ ആ കുട്ടി പിടിച്ചു നിൽക്കുന്നത് ആരെയും ശ്വാസമില്ലാത്ത മാനസികാവസ്ഥയിൽ ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്ന കുറേ ആളുകളുടെ സപ്പോർട്ടില്ല. അവരുടെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. അത്ര കണ്ട് കെയർ ചെയ്ത് അങ്ങനെ കൊണ്ടു കിടക്കുക, ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ കൊണ്ടു കിടക്കുക. ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് വൈകാരികതയുണ്ട്. ഞാൻ പറയട്ടെ, ആരും വലിയ വിശുദ്ധരൊന്നാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ആർക്കും പറ്റാം, തെറ്റുകളൊക്കെ പറ്റാം, മനുഷ്യന് പറ്റും. പക്ഷെ ഒരു ഗിൽറ്റ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ കിടന്നുറങ്ങുമ്പം ഇത് തെറ്റ് പറ്റിയല്ലോ എന്നുള്ളത് തോന്നും. നമ്മളൊരാളോട് ഒരു വാക്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ രാത്രി നിന്ന് വിളിച്ചിട്ടാണ് അപ്പുറത്തെ ദേശത്തിന് പറഞ്ഞാണെന്ന് പറയും. ചിലപ്പോൾ അത് പറയും നമ്മളെ അടുത്തൊന്നും കൂടി തെറ്റുണ്ടെങ്കിൽ. അതേസമയം നമ്മുടെ അടുത്ത് ചിലപ്പോൾ ചിലരുടെ അടുത്ത് നമുക്ക് 2 അടി കൊടുത്താലും നമുക്ക് കുറ്റബോധം തോന്നാത്ത കാര്യം ഉണ്ടാവും. അത് കാരണം അവനെ അറിയിക്കുന്നതാണെങ്കിൽ ഒരു കുറ്റവാളിയാണ് എന്നുണ്ടെങ്കിൽ. അല്ലാത്തടത്ത് നമുക്ക് ഗിൽറ്റ് കിടക്കും നമ്മുടെ ഉള്ളിൽ. അതിൽ മനുഷ്യനാവണം. ഇവൻ മനുഷ്യരല്ലാന്നേ, ഇവനൊരു പ്രത്യേക സ്പീഷീസാണ്. ഇതൊരു വിചിത്ര ജീവിയാണ്. പണ്ട് ഏതെങ്കിലും കാലത്തുണ്ടായിരുന്ന വംശനാശം സംഭവിച്ച ഏതെങ്കിലും ജീവിയുടെ പുതിയ ഒരു പരിണത രൂപമാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ 2 അത് തന്നെയാണ് സാധനം. ഈ 2 ഒട്ടും മോശമില്ലാത്ത അവസ്ഥയിലാണ്. എന്തായിരുന്നാലും ഇത്ര കണ്ട് രഹസ്യമായി കോടതിയുടെ മുമ്പിൽ ഇവന് പറയാൻ അതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഇവൻ ഇരയായി മാറുന്ന അവസ്ഥ. എന്തായിരുന്നാലും ഇത് നിയമ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സിലബസിൽ ഈ കേസ് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഇരയുടെ പേര് പറയുന്നില്ല. പ്രതിയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ വാദം എന്ന രീതിയിൽ ഇത് ഒരു പക്ഷേ പിന്നെ നിയമ പുസ്തകത്തിൽ ഇത് പ്രത്യേകിച്ച് ചേർക്കപ്പെടും. അവരുടെ സിലബസിൽ ഇത് ഉൾപ്പെടും. 3 ഇയർ LLB കോഴ്സിലും 5 ഇയർ LLB കോഴ്സിലും LLM കോഴ്സിലും ഒക്കെ ഇത് റെഫറൻസിന് ഇടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടുന്ന ഒരു സുവർണ നാമധേയമായി
രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് മാറുകയാണ്.